അപ്പോൾ 5ാമത്തെ മോഡ്യൂൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഫോട്ടോണിക്സ് എന്നാണ് 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. 5ാമത്തെ മോഡ്യൂളിൽ 2ാമത്തെ ചാപ്റ്ററാണ് ഫോട്ടോണിക്സ്. അതിൻ്റെ ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് LED ആണ്. LED എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എല്ലാവർക്കും അറിയാം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിൻ്റെ സിമ്പിൾ എങ്ങനെ? സിമ്പിൾ ആനോഡ് കാഥോഡ്. സിമ്പിൾ. ഇതാണ് അതിൻ്റെ സിമ്പിൾ. LED സിമ്പിൾ. എന്താണ് ഒരു LED കൊണ്ട് ഉപയോഗിക്കുന്നത്? LED എന്ന് പറയുമ്പം ഹെവിലി ടോപ്പ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് എന്തെല്ലാം കണക്ട് ചെയ്യാൻ പറയുകയാണ്? ഫോർവേഡ് ബയാസ്ഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് LED. അപ്പോൾ LED ഈസ് എ ഹെവിലി ടോപ്പ്ഡ് PN ജംഗ്ഷൻ, ദ സൂറ്റബിൾ മെറ്റീരിയൽ ദാറ്റ് എമിറ്റ്സ് ലൈറ്റ് വെൻ ഇറ്റ്സ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ഫിഗർ വരച്ച് നോക്കാം. P ടൈപ്പ്, N ടൈപ്പ്. P ടൈപ്പ്, N ടൈപ്പ്. ഓക്കെ, നമുക്ക് ആ ഫോർവേഡ് ബയാസ് നമുക്ക് നോക്കാം. അപ്പം പിയിൽ എന്താണ്? പിയിൽ നമുക്ക് P ജംഗ്ഷനിൽ ഹോൾസ് ഉണ്ടാവും, N ജംഗ്ഷനിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ് ആവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും DC പവർ സപ്ലൈ കണക്ട് ചെയ്യണം. അപ്പം ഫോർവേഡ് ബയാസ് ആകുമ്പോൾ നമുക്ക് എന്താവണം? പിയിലുള്ള, അതായത് ഹോൾസിനെ നമ്മൾ പോസിറ്റീവ് ടെർമിലോട്ട് കണക്ട് ചെയ്യും, ഇലക്ട്രോൺസിനെ നമ്മൾ ഏത് ടെർമിലോട്ട് കണക്ട് ചെയ്യും? നെഗറ്റീവ് ടെർമിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതെന്തായി? ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്തിലോട്ട് പോകും? P റീജിയനിലോട്ട് പോകും. ഈ ഹോൾസ് ഏതിലോട്ട് വരും? N റീജിയനിലോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റീകോമ്പിനേഷൻ നടക്കും. ഈ റീകോമ്പിനേഷൻ നടക്കുമ്പം അവിടെ നിന്ന് എന്ത് ലൈറ്റ്? അതിനെ പറയാം റീകോമ്പിനേഷൻ ഓഫ് either side of the PN junction. The loss energy recombination, this light can be emitted. This is called the photon of energy, photon ആവാം. This is called LED. ഇതാണ് LED എന്ന് പറയുന്നത്. അപ്പോൾ LED നമുക്ക് നോക്കാം. LED is a heavily doped PN junction of suitable material that emits light when it's forward biased. In this forward biased state, എന്തെവിടെ? ഈ പിയിലുള്ള ഹോൾസ് എന്നിലോട്ട് പോവും, എന്നിലുള്ള ഇലക്ട്രോൺസ് പിയിലോട്ട് മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് move from N region to P region, and holes move from P region to N region. Electron holes recombination, takes place between the either side of the PN junction. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പം ഈ ഇലക്ട്രോൺസ് P റീജിയനിലോട്ട് മൂവ് ചെയ്യും, ഹോൾസ് N റീജിയനിലോട്ട് മൂവ് ചെയ്യും. ഇതിൻ്റെ ഏതർ സൈഡ് ഓഫ് ദി PN ജംഗ്ഷനിൽ എന്തുണ്ടാവും? റീകോമ്പിനേഷൻ സംഭവിക്കും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഏതർ സൈഡ് ഓഫ് ദി PN ജംഗ്ഷൻ. This loss of the energy
the energy in this recombination appears as light. The energy of the emitted photon is nearly equal to the band gap energy. എന്താണ് ബാൻഡ് ഗ്യാപ്പ് എനർജി? ബാൻഡ് ഗ്യാപ്പ് എന്താണ്? ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു വാലൻസി ബാൻഡും കണ്ടക്ഷൻ ബാൻഡിലും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്നത് ബാൻഡ് ഗ്യാപ്പ്. ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനിമം എനർജി, അതായത് വാലൻസി ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്താൻ ഒരു മിനിമം എനർജി അക്വയർ ചെയ്യേണ്ടി വരും. ആ മിനിമം എനർജി പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബാൻഡ് ഗ്യാപ്പ് എനർജി. ഓക്കെ, അപ്പം the intensity of the emitted light increases with forward current. ഓക്കെ, അപ്പോൾ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് എമിറ്റഡ് ലൈറ്റ് ഇൻക്രീസസ് വിത്ത് ഫോർവേഡ് കറണ്ട്. നമ്മൾ ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ കറണ്ട് ഇൻറ്റൻസിറ്റി എന്തായാലും കൂടും. അതിൻ്റെ അടുത്തെന്ന് പറയുന്നത് the color or wavelength of the light emitted depends on the band gap energy. അപ്പോൾ അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ് ഡിപ്പെൻസ് ഓൺ ദി ലൈറ്റ് എമിറ്റ് ചെയ്യണത് ഡിപ്പെൻസ് ഏതാണ്? ബാൻഡ് ഗ്യാപ്പ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് emitted light lambda is equal to hc by eg. h എന്തിനാണ്? h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, c is the velocity of light in free space and eg is the band gap energy. അപ്പം എന്താണ്? h lambda is equal to hc by eg ആണ്. അപ്പം where h is Planck's constant. c is the velocity of light in free space and eg is the band gap energy. ഇനി അടുത്തത് റെഡ് കളർ. എങ്ങനെ ഏതൊക്കെ കോമ്പൗണ്ട് ഉപയോഗിക്കാം റെഡ് കളർ വരുന്നത്? ഏതൊക്കെ കോമ്പൗണ്ട് യെല്ലോ ലൈറ്റ് പറഞ്ഞത്? അപ്പം ഗാലിയം ആഴ്സനൈഡ്, അതായത് ഗാലിയം ആഴ്സനോയിഡ്. ഏത് കാണണം? ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അതായത് ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവിസിബിൾ. അടുത്തത് ഗാലിയം ഫോസ്ഫൈഡ്, അതായത് ഗാലിയം ഫോസ്ഫൈഡ്. റെഡ് ഓർ ഗ്രീൻ ലൈറ്റ്. അടുത്ത ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്, അതായത് ഗാലിയം ആഴ്സനോയിഡ് ഫോസ്ഫൈഡ്. ഏതൊക്കെയാണ്? റെഡ് ഓർ യെല്ലോ ലൈറ്റ്. ഓക്കെ.
നീ ഇതിൻ്റെ നമുക്ക് കൺസ്ട്രക്ഷൻ പഠിക്കാം. ഈ പി എൻ ജംഗ്ഷൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്ട്? കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇത് ഡെപ്പോസിറ്റ് ചെയ്യണ എന്തിനാണ്? 3 ലെയറായിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന LED ഇല്ലേ, 3 ലെയറായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് സെമി കണ്ടക്ടറിൻ്റെ അപ്പർ റീജിയൻ എന്താണ്? പി റീജിയനും, ടോപ്പ് 1 പി റീജിയൻ ആവും, ആക്റ്റീവ് റീജിയൻ കാണും, അതിൽ മിഡ് 1 ആയിരിക്കും, അതായത് മിഡിലിൽ ആക്റ്റീവ് റീജിയൻ കാണും, N ടൈപ്പ് റീജിയനും കാണും. അത് അതിലാണ് ഏറ്റവും താഴെ ആയിരിക്കും. അപ്പം പി ടൈപ്പ് റീജിയനിൽ നമുക്ക് എന്താണ് ഉള്ളത്? ഹോൾസ് ഉണ്ട്. N ടൈപ്പ് റീജിയനിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആക്റ്റീവ് റീജിയനിൽ എന്താണ്? ഇടയ്ക്കുള്ള റീജിയനിൽ എന്താണ്? ഈ ഹോൾസും ഇലക്ട്രോൺസും തമ്മിലുള്ള കോമ്പിനേഷൻ കാണും. ഓക്കെ, ഇത് റീകോമ്പിനേഷൻ ചെയ്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺ വിൽ ബി എമിറ്റഡ്, ലൈറ്റ് വിൽ ബി എമിറ്റഡ്. അതാണ് LED കൺസ്ട്രക്ഷൻ പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ the construction of light emitting diode is so much simple. It is made by depositing the 3 layers of semiconductor material on substrate. These 3 semiconductor material layers are made 3 region, which are called p-type region, which top one, active region on which is middle one, and the n-type region which is bottom one. p-type region have the holes. N-type region have electron, and active region have both electron and holes. ഇത് നോർമൽ കണ്ടീഷനിൽ എന്താ? അവിടെ നോർമൽ കണ്ടീഷനിൽ പി ടൈപ്പിൽ എന്ത് കാണും? ഹോൾസും കാണും, N ടൈപ്പിൽ ഇലക്ട്രോണും കാണും. അതിൽ ഒരു മാറ്റവും സംഭവിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പം എന്ത് മാറ്റം വരും ഇവിടെ? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പം ഈ ആക്റ്റീവ് റീജിയനിൽ എന്ത് ചെയ്യും? ഹോൾസ് അതിലോട്ട് മൂവ് ചെയ്യും. ഹോൾസ് എന്നിലോട്ട് മൂവ് ചെയ്യും, അതായത് എന്നിലോട്ട് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് പി റീജിയനിലോട്ട് മൂവ് ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ആക്റ്റീവ് റീജിയൻ ഉണ്ട്, അതിൻ്റെ അകത്ത് റീകോമ്പിനേഷൻ നടക്കും അല്ലേ? അപ്പം ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദിസ് ഓപ്പോസിറ്റ്. അതിനെ ഫിനോമിന പറയണത് എന്തിനാണ്? ഇലക്ട്രോൺ ലൂമിനസെൻസ് എന്ന് പറയാം. അതായത് ഇലക്ട്രോൺ ലൂമിനസെൻസ് ഫിനോമിന എന്തിനാണ് പറയണത്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. ഈ ഫിനോമിനയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം വെൻ ദ വോൾട്ടേജ് ഈസ്, അപ്പോൾ നമ്മൾ നോർമൽ കണ്ടീഷനിൽ എന്താണ്? നോർമൽ കണ്ടീഷനിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്തപ്പം ഹോൾസും ഇലക്ട്രോണും അതേ പേരിൽ തന്നെ ഉണ്ട്, അതായത് റീകോമ്പിനേഷൻ ഒന്നും നടക്കത്തില്ല. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ മാത്രം എന്താണ്? റീകോമ്പിനേഷൻ നടക്കുമല്ലേ? അതായത് അവിടെ ഏത് പ്രോസസ്സാണ് ഫിനോമിന നടക്കുന്നത്? ഇലക്ട്രോൺ ലൂമിനസെൻസ് ഫിനോമിന. അതായത് എന്താണ് ഇലക്ട്രോൺ ലൂമിനസെൻസ് ഫിനോമിന എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. ഓക്കെ, when the voltage are applied
when the voltage are applied at this LED, then it is forward biased, then the holes from P type region and electron from N type region, are pushed up forward the active region, which is also called depletion layer. Because the holes have positive charge and electron have negative charge. Then the light is produced by the recombination of the opposite polarity charges. Recombination of the opposite polarity charge. The whole phenomena is called electron luminescence phenomena, which converts electrical energy into light energy. Okay, when the voltage are applied, then forward biased, then the holes P region and electron N region pushed out the forward active region, which is called depletion layer, because the holes positive charge, electron have negative charge. Then the light is produced by the recombination opposite polarity charge. The phenomenon is called electron luminescence phenomena, when convert electric energy into light energy. Okay, അടുത്ത LED characteristics. എങ്ങനെയാണ് LED ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യണം? അതായത് ജംഗ്ഷൻ വോൾട്ടേജ് കറണ്ട് ഈസ് LED സിമിലർ ടു ദ VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. IV ഡയോഡിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏത്? വൺ മേജർ ഡിഫറൻസേ ഉള്ളൂ, നീ വോൾട്ടേജ് എന്ന് പറഞ്ഞ ഒരു ഡിഫറൻസ്. അതായത് നീ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ സിലിക്കണിന് 0.7 വോൾട്ട്, ജെർമാനിയത്തിന് 0.3 വോൾട്ടാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 0.7 വോൾട്ട് സിലിക്കൺ കഴിഞ്ഞാൽ മാത്രമേ കറണ്ട് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അതിനാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ നീ വോൾട്ടേജ് ആണ് എന്തെന്ന് പറയണത്? ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നീ വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. അതായത് സിലിക്കന് 0.7 ജെർമാനിയത്തിന് 0.3 ആണ്. ഓക്കെ, അപ്പം ഇതെന്താണ്? ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇൻറ്റൻസിറ്റി ഓഫ്, അതായത് നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് കറണ്ടും 0.7 സിലിക്കൺ ആണെങ്കിൽ 0.7 കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. അപ്പം നോ ലൈറ്റ്, അതായത് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ റിവേഴ്സ് ഡയറക്ഷൻ ക്വിക്ക്ലി ഡിസ്ട്രോയിഡ് അപ്ലൈഡ് വോൾട്ടേജ്. ഇത്രയേ ഉള്ളൂ LED ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ LED ക്യാരക്ടറിസ്റ്റിക്സ് ഡ്രോൺ ചെയ്യണമെങ്കിൽ ഇതാ ഫോർവേഡ് വോൾട്ടേജ് V, ഇവിടെ ഫോർവേഡ് കറണ്ട്. ഇപ്പോൾ നമ്മൾ സിലിക്കനാണ് ഉപയോഗിക്കണമെങ്കിൽ 0.7 കഴിഞ്ഞ് എന്താ ഇവിടെ ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്താൽ. ഇതാണ് VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED. അപ്പോൾ നമുക്ക് അത് ഒന്ന് എഴുതാം. ദ ജംഗ്ഷൻ വോൾട്ടേജ് കറണ്ട്
characteristics the junction voltage current characteristics of an LED is similar to the VA characteristics of diode. VA characteristics of diode. However, there is one major difference. The knee voltage of a diode is related to the barrier potential of the material used in the device. Silicon diode and bipolar junction transistor are very commonly used, whose knee voltage or junction voltage is about 0.7 volt. LED starts emitting light as forward voltage reaches particular levels and its intensity will increases further with increases in applied forward voltage. LED emits no light when reverse biased. ഫോർവേഡിൽ മാത്രമേ LED വർക്ക് ചെയ്യത്തുള്ളൂ. റിവേഴ്സ് ബയാസിൽ LED വർക്ക് ചെയ്യത്തില്ല. ഓപ്പറേറ്റിംഗ് LED in reverse direction will quickly destroy them if the applied voltage okay. LED എല്ലാവർക്കും മനസ്സിലായെന്നല്ലേ? ഓക്കെ, താങ്ക് യു.